സർവേഷാം നമസ്കാരം. ശ്രീകൃഷ്ണ അഷ്ടോത്തര ശത സ്തോത്രം തസ്യ പഠനം വയം കുർമഃ. പഞ്ച ശ്ലോക പഠനം അസ്മാഭിः കൃതം. പഞ്ചാനാം ശ്ലോകാനാം പഠനം അസ്മാഭിः കൃതം. അനന്തരം ഷഷ്ഠം ശ്ലോകം പഠാമः. ഷോഡശസ്ത്രീസഹസ്രേശ ത്രിഭംഗീ മധുരാകൃതി ശുക വാഗമൃതാബ്ധീന്ദു കാണുന്നുണ്ടല്ലോ അല്ലെ? കേൾക്കുന്നുണ്ടല്ലോ? കേൾക്കാം കേൾക്കാം. അപ്പൊ നമ്മള് 6ാമത്തെ ശ്ലോകമാണ് നമ്മൾ നോക്കിക്കൊണ്ടിരിക്കുന്നത്. ഷോഡശസ്ത്രീ സഹസ്രേശ ത്രിഭംഗീ മധുരാകൃതി ശുകവാഗമൃതാബ്ധീന്ദു ഗോവിന്ദ യോഗിനാം പതി ചെറിയ വ്യത്യാസമുണ്ട് അല്ലേ? ഏതായാലും ആദ്യത്തത് ഷോഡശസ്ത്രീ സഹസ്രേശ എന്നാണ്. ഷോഡശ സ്ത്രീ സഹസ്ര ഈശ. ഷോഡശ എന്ന് പറയുമ്പോൾ 16, സ്ത്രീ എന്ന് പറഞ്ഞാൽ സ്ത്രീ, സഹസ്രം എന്ന് പറഞ്ഞാൽ 1000. അപ്പൊ 16 സ്ത്രീ സഹസ്രങ്ങൾ. അപ്പൊ 16,000 സ്ത്രീ എന്നർത്ഥം. 16,000 സ്ത്രീ ജനങ്ങളുടെ ഈശ, സഹസ്ര ഈശ. അപ്പൊ 16,000 ഭാര്യമാര് എന്ന് പറയാറുണ്ടല്ലോ, അതാണ് 16,000 ഭാര്യമാര്, അവരുടെ ഈശനായിട്ടുള്ള ആള്. ഷോഡശ സ്ത്രീ സഹസ്രേശ. അപ്പൊ ഈശ എന്നുള്ളത് ആയതുകൊണ്ട് അകാരാന്താണ്. ഷോഡശ സ്ത്രീ സഹസ്രേശ. അപ്പൊ ഈശ ശബ്ദമാണ് അവിടെ വരിക. അതൊന്ന് ചൊല്ലി നോക്കാം. പിന്നെ ഇത് കഴിഞ്ഞിട്ട് ചെല്ലാം. അടുത്തത് ഷോഡശ സ്ത്രീ സഹസ്ര ഈശ. ഷോഡശ സ്ത്രീ സഹസ്രേശ. ഷോഡശ സ്ത്രീ സഹസ്രേശ.
ഷോഡശ സ്ത്രീ സഹസ്രേശ. ത്രിഭംഗീ മധുരാകൃതി. ത്രിഭംഗീ മധുരാകൃതി. ത്രിഭംഗീ മധുരാകൃതി. ത്രിഭംഗീ മധുരാകൃതി. ത്രിഭംഗീ മധുരാകൃതി. ശുകവാഗമൃതാബ്ധീന്ദു. ഇന്ദു അബ്ധീന്ദു. അബ്ധീന്ദു അമൃതാബ്ധീന്ദു. അമൃതാബ്ധീന്ദു. വാഗമൃതാബ്ധീന്ദു. ശുകവാഗമൃതാബ്ധീന്ദു. 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 ഗോവിന്ദ. അത് ഗോവിന്ദോ എന്നാവൂ. പിന്നെയുള്ളത് യോഗിനാം പതി എന്നാണ്. അപ്പോ ഇവിടെ പ്രസന്റ് ചെയ്തതിൽ ഗോവിദാംപതി എന്നാണ് ഉള്ളത്. അപ്പൊ എനിക്ക് പറഞ്ഞു തന്നതൊക്കെ യോഗിനാംപതി എന്നാണ്. എൻ്റെ കയ്യിലുള്ള പുസ്തകത്തിലുള്ളതും യോഗിനാംപതിയാണ്. അപ്പോ മറ്റത് നമ്പൂരി തിരുത്തി തന്നതാണ് ഇതൊക്കെ. അപ്പൊ അതില് യോഗിനാംപതി എന്ന തന്നെയാണ്, അതിൽ മാറ്റം വരുത്തിയിട്ടില്ല. ഏതായാലും യോഗിനാംപതി എന്ന് പറയുമ്പോൾ യോഗികളുടെ പതി. ഗോവിദാംപതി എന്ന് പറയുമ്പോൾ ഗോവിത്തുക്കളുടെ പതിയാണ് ഗോവിദാംപതി. ഗോവിത്തുക്കൾ എന്ന് പറഞ്ഞാൽ ഗോ പശു, പശുവിനെ വിത്ത് അറിയുന്നവർ, പശുവിനെ അറിയുന്നവരുടെ പതി. അപ്പോ ഇടയന്മാര് ഒക്കെ ആണല്ലോ പശുവിനെ നന്നായിട്ട് അറിയുന്നവരുടെ, അവരുടെയൊക്കെ ഗോവിത്തുക്കളുടെ, പശുക്കളെ കൈകാര്യം ചെയ്യാൻ അറിയുന്നവരുടെയൊക്കെ പതി. ഗോവിദാംപതി. മറ്റേതാകുമ്പോ യോഗിനാംപതി. രണ്ടും തെറ്റൊന്നും തോന്നില്ല, രണ്ടും ശരിയായിട്ടാണ്. യോഗിനാംപതി എന്ന് കറക്റ്റ് ചെയ്തിടാം, ഞാൻ എഡിറ്റ് ചെയ്തിട്ടേക്കാം. ആയിക്കോട്ടെ ആയിക്കോട്ടെ ആയിക്കോട്ടെ. മറ്റേതിലൊരു തെറ്റ് എനിക്ക് തോന്നുന്നില്ല. എന്തായാലും ഞാൻ ഇപ്പോഴാണ് അങ്ങനെ ഒരു പദം കാണുന്നത്. ഗോവിന്ദോ ഗോവിദാംപതി ഞാൻ കേട്ടിട്ടുണ്ട്. ഏതായാലും ഇപ്പോഴാണ് ഞാനത്. വിഷമില്ല, ഞാനിത് ഹരിയേട്ടൻ കറക്റ്റ് ചെയ്തിടുന്ന അതുപോലെ കറക്റ്റ് ചെയ്തിട്ട് അത്ര കറക്റ്റ് ഉണ്ടെങ്കിൽ അത്രയും കറക്റ്റ് ചെയ്തിട്ടേക്കാം ഗ്രൂപ്പിലെ. ആയിക്കോട്ടെ ആയിക്കോട്ടെ. ഓ ആയിക്കോട്ടെ. പക്ഷെ ഗോവിദാംപതി എന്ന് എൻ്റെ വായിൽ വരുന്നുണ്ട്, അതെന്താണെന്നറിയില്ല. അപ്പൊ അത് തെറ്റല്ല എന്നാണ് എനിക്ക് തോന്നുന്നത്. ഞാനും കുറെ ചൊല്ലിയിട്ടുണ്ട് തോന്നുന്നു. പക്ഷെ എൻ്റെ കയ്യിലുള്ള പുസ്തകത്തിലുള്ളത് യോഗിനാംപതി എന്നാണ്. പക്ഷെ അത് കൽപ്പനമ്പൂരി തിരുത്തിയതുമാണ് കേട്ടോ. പക്ഷെ വായിൽ വരുന്നത് ഗോവിദാംപതിയാണ്, അതെന്താന്ന് മനസ്സിലാവുന്നില്ല. ആയിക്കോട്ടെ. അപ്പൊ അത് തിരുത്തായിട്ട് വേണ്ടാന്നാണ് എനിക്ക് തോന്നുന്നത്. രണ്ടിലും തെറ്റുണ്ടാവില്ല. ഷോഡശസ്ത്രീ സഹസ്രേശ. ത്രിഭംഗീ മധുരാകൃതി. ശുകവാഗമൃതാബ്ധീന്ദു. അവിടെ കൂട്ടിച്ചെല്ലുമ്പോ ഇറന്നു വരും, ഇന്ദുർന്ന് വരും. ഗോവിന്ദോ ഗോവിദാംപതി. അതും ശരി തന്നെയാണെന്ന് തോന്നുന്നു.
മറ്റേതാകുമ്പോ ശുകവാക അമൃതാബ്ധീന്ദുർഗോവിന്ദോ ഗോവിതാം പതി എന്നാവും. ഗോവിന്ദൻ, ഗോക്കളെ വിന്ദനം ചെയ്യുന്നയാള് ഗോവിന്ദൻ, ഗോക്കളെ പാലിക്കുന്നയാള് ഗോവിന്ദൻ, ഗോവർദ്ധനത്തെ എടുത്തു പൊങ്ങിച്ചയാള് ഗോവിന്ദൻ, അങ്ങനെ പലതും പറയാറുണ്ട്. ഷോഡശസ്ത്രീ സഹസ്രേശ, അതിൻ്റെത് അർത്ഥം പറയുമ്പോൾ 16,000 സ്ത്രീജനങ്ങളുടെ നാഥനായിട്ടുള്ളവൻ എന്നൊരർത്ഥം. പിന്നെയുള്ളത് ത്രിഭംഗി മധുരാകൃതിയാണ്. മധുര ആകൃതി, മധുരമായ ആകൃതിയോടുകൂടിയ ത്രിഭംഗി മധുരാകൃതി. ത്രിഭംഗി, 3 ഭംഗി എന്ന് പറയുമ്പോൾ 3 ലോകത്തിലും ഏറ്റവും ഭംഗിയുള്ള എന്നൊരർത്ഥം എടുക്കാം. ഏത് തരത്തിലുള്ളതായാലും 3 തരത്തിലുള്ള ഭംഗികൾ എന്ന അർത്ഥം എടുക്കാം. അങ്ങനെയുള്ള ഭംഗിയായിട്ടുള്ള മധുരമായിട്ടുള്ള ആകൃതിയോട് കൂടിയ. ശുകവാഗ് അമൃതാബ്ധീന്ദു. ശുകൻ എന്ന് പറഞ്ഞാല് ശുകബ്രഹ്മർഷി. ആ ശുകബ്രഹ്മർഷിയുടെ വാക്ക്, ശുകബ്രഹ്മർഷിയുടെ വാക്ക് ആകുന്ന അമൃതം, വാക്കാകുന്ന അമൃതം, ശുകബ്രഹ്മർഷിയുടെ വാക്കുകളാകുന്ന അമൃതം, ആ അമൃതമാകുന്ന അബ്ധി, അമൃതമാകുന്ന കടല്. അമൃതം എന്ന് പറയുമ്പോൾ അമൃത് ഉള്ളതായ അബ്ധി എന്നാവാം, പാലാഴി. അപ്പോ ശുകബ്രഹ്മർഷിയുടെ വാക്കുകളാകുന്ന പാലാഴിയിലെ അബ്ധി ഇന്ദു, അവിടെ ഉള്ള ഇന്ദു ചന്ദ്രൻ എന്നതുപോലെ ഉള്ളയാള് എന്നർത്ഥം. അപ്പൊ ചന്ദ്രൻ എന്ന് പറഞ്ഞാൽ ഈ അമൃതകലകളുടെയൊക്കെ നാഥനാണ് ചന്ദ്രൻ. അപ്പൊ അവിടെയുള്ള ചന്ദ്രൻ എന്ന് പറയുമ്പോൾ അവിടെയുള്ളതായ അമൃതിന്റെ മുഴുവൻ ഈശൻ, അങ്ങനെ ഒരു അർത്ഥവും അവിടെ പറയാം. ശുകവാഗമൃതാബ്ധീന്ദുർ ഗോവിന്ദോ ഗോവിതാംപതി, അല്ലെങ്കിൽ യോഗിനാംപതി. ശുകവാഗമൃതാബ്ധീന്ദുർ ഗോവിന്ദോ ഗോവിദ. എനിക്ക് ഗോവിതാംപതി ആണ് കേട്ടോ വരുന്നത്. ഇതിൽ യോഗിനാംപതി ആണെങ്കിലും വായിൽ വരുന്നത് ഗോവിതാംപതി തന്നെയാണ്. ഷോഡശസ്ത്രീ സഹസ്രേശസ്ത്രിഭംഗി മധുരാകൃതി ശുകവാഗമൃതാബ്ധീന്ദുർ ഗോവിന്ദോ യോഗിനാംപതി. രണ്ടും ഏതായാലും നമുക്ക് ചെല്ലി നോക്കാൻ തോന്നും, അല്ല ഏതാന്നുള്ള ഒന്നുകൂടി ആലോചിക്കാം. പക്ഷെ വായിൽ വരുന്നത് ഗോവിതാംപതിയാണ്. അപ്പൊ ഇനി നമുക്ക് ഇത് റെക്കോർഡ് നിർത്തിയിട്ടായാലും കുഴപ്പമില്ല, ഓരോന്നായിട്ട് ചെല്ലി നോക്കാം.